ഒരു ഗ്രോട്ട് പമ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഈ ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. ഗ്രോട്ട് പമ്പുകൾ പെട്ടെന്ന് വിടവുകൾ നികത്തുകയും ബോൾട്ടുകൾ ഉറപ്പിക്കുകയും ഘടനകളെ ശക്തമാക്കുകയും ചെയ്യുന്നു. അവർ സമയം ലാഭിക്കുകയും തൊഴിൽ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഗ്രോട്ട് പമ്പിന്റെ ഭാഗങ്ങൾ: പവർ ഡ്രിൽ, സമ്മർദ്ദം സൃഷ്ടിക്കാൻ പിസ്റ്റണിനെ നയിക്കുന്നു. മെറ്റീരിയൽ കപ്പ്, കുത്തിവയ്പ്പിനുള്ള മെറ്റീരിയൽ പിടിക്കുന്നു. ഫില്ലിംഗ് നെറ്റ്, സുഗമമായ മെറ്റീരിയൽ ഒഴുക്ക് ഉറപ്പാക്കുന്നു. ഹൈ പ്രഷർ ഗേജ്, സിസ്റ്റം മർദ്ദം അളക്കുന്നു. ഹൈ പ്രഷർ ഹോസ്, ഉയർന്ന മർദ്ദത്തിന് കീഴിലുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നു. പിസ്റ്റൺ, മെറ്റീരിയൽ സമ്മർദ്ദം ചെലുത്തുന്നു. വഴുവഴുപ്പുള്ള തല, ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ കൊഴുപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുക. സ്വിച്ച് വാൽവ്, മെറ്റീരിയൽ ഒഴുക്ക് നിയന്ത്രിക്കുക. ഗ്രോട്ട് പമ്പ് വേഴ്സസ് ഗ്രോട്ട് ബാഗ്. ഗ്രോട്ട് പമ്പുകൾ വലിയ പദ്ധതികൾക്ക് കാര്യക്ഷമമാണ്, എന്നാൽ ചെലവേറിയതും സങ്കീർണവുമാണ്. ഗ്രോട്ട് ബാഗുകൾ താങ്ങാനാവുന്നതും കൃത്യവുമാണ്, എന്നാൽ അധ്വാനം ആവശ്യമാണ്. പ്രോജക്റ്റ് ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുക. പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ: സുരക്ഷാ കണ്ണടകൾ, സുരക്ഷാ കയ്യുറകൾ, പൊടിമാസ്ക്, സുരക്ഷാ ഷൂസ്. ടൂൾ എങ്ങനെ ഉപയോഗിക്കാം? ഗ്രോട്ട് മിക്സ് നിർദ്ദേശങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വർക്ക് ഏരിയയ്ക്ക് സമീപം ഗ്രോട്ട് പമ്പ് സ്ഥാപിക്കുക. എല്ലാ കണക്ഷനുകളും സുരക്ഷിതമാക്കുക. എയർ പോക്കറ്റുകൾ നീക്കം ചെയ്യുന്നതിനായി പമ്പിൽ ഗ്രോട്ട് നിറച്ച് പ്രൈം ചെയ്യുക. ആരംഭ പോയിന്റിൽ നോസൽ സ്ഥാപിക്കുക. പമ്പ് ഓണാക്കി ഗ്രോട്ടിന്റെ സ്ഥിരമായ ഒഴുക്ക് നിലനിർത്തുക. പ്രഷർ ഗേജ് ശുപാർശ ചെയ്യുന്ന പരിധിക്കുള്ളിൽ നിലനിർത്താൻ അത് നിരീക്ഷിക്കുക. പ്രദേശം തുല്യമായി മറയ്ക്കുന്നതിന് നോസൽ വ്യവസ്ഥാപിതമായി നീക്കുക. പൂർത്തിയാകുമ്പോൾ പമ്പ് ഓഫ് ചെയ്യുക. പരിപാലന നുറുങ്ങുകൾ: ഓരോ ഉപയോഗത്തിനും ശേഷം തണ്ടുകൾ വൃത്തിയാക്കുക. കേടായ കമ്പികൾ പരിശോധിക്കുക, പകരം വയ്ക്കുക. ബാറ്ററി ശരിയായി ചാർജ് ചെയ്യുക. അമിത ചാർജിംഗ് ഒഴിവാക്കുക. മെഷീൻ വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക. ഒരു കേസ് ഉപയോഗിക്കുക. സ്ലൈഡ് 7. നന്ദി.